യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമാധാനത്തിലുള്ള നോബൽ സമ്മാനം എന്ന മോഹത്തെക്കുറിച്ചും ആ മോഹം സഫലമാക്കാൻ വേണ്ടി അണിയറയിൽ നടക്കുന്ന ചരടുവലികളെക്കുറിച്ചുമൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമസ്കാരം, വീഡിയോയിലേക്ക് സ്വാഗതം. 2026 സമാധാനത്തിലുള്ള നോബൽ സമ്മാനം ഡൊണാൾഡ് ട്രംപിന് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാകിസ്ഥാൻ, ഇസ്രയേൽ, അതുപോലെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്നീ രാജ്യങ്ങളിലെ ഭരണത്തലവന്മാർ ഓൾറെഡി നോമിനേഷൻസ് നൽകി കഴിഞ്ഞു. കംബോഡിയയിലെ ഭരണത്തലവൻ ഈ മാസം നോമിനേഷൻ നൽകുമെന്നാണ് അറിയുന്നത്. അതുപോലെ അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതാവായ ബഡ്ഡി കാർട്ടർ ഓൾറെഡി ഒരു നോമിനേഷൻ നൽകിക്കഴിഞ്ഞു. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് ഈ പറഞ്ഞ നോമിനേഷനുകൾ എന്തിനാണെന്നുള്ളതും അതിൻ്റെ പിന്നിലെ സത്യാവസ്ഥ എന്താണെന്നതിനെക്കുറിച്ചുമാണ്. ഇസ്രയേലും ഇറാനുമായി അതിശക്തമായ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് വിഷയത്തിൽ ഇടപെടുന്നു. അങ്ങനെ ട്രംപ് ഇടപെട്ട് ദിവസങ്ങൾക്ക് ശേഷം ട്രംപ് തന്നെ ഒരു പ്രഖ്യാപനം നടത്തുന്നു. ഇതാ വെടിനിർത്തൽ സംജാതമായിരിക്കുന്നു, തൻ്റെ അക്ഷീണ പ്രയത്നം ഇതാ ഫലിച്ചിരിക്കുന്നു. എന്നാൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ്? വെടിനിർത്തലിനായി ട്രംപ് ഇറാനെ സമീപിച്ചു. എന്നാൽ ട്രംപിനെ ഇറാൻ നിഷ്കരുണം തള്ളിപ്പറഞ്ഞു. അങ്ങനെ കലിപൂണ്ട ട്രംപ് ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ വ്യോമാക്രമണം നടത്തുന്നു. അത് പൂർണ്ണ വിജയമാണെന്ന് ട്രംപ് തന്നെ അവകാശപ്പെടുന്നു. ഇറാന്റെ ആണവ പദ്ധതികളെ താൻ തകർത്തുവെന്നും പിന്നീട് അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നു. ഇറാൻ തീരെ വിട്ടുകൊടുത്തില്ല. ഖത്തറിലെ US ക്യാമ്പുകൾക്ക് നേരെ ഇറാൻ ആക്രമണം അഴിച്ചുവിട്ടു. അങ്ങനെ ഇറാനും US തമ്മിലുള്ള ബന്ധം വഷളായി. എന്നാൽ ട്രംപിനെ ഇതൊന്നും ബാധിച്ചില്ല. അനവസരത്തിൽ ട്രംപ് മറ്റൊരു പ്രഖ്യാപനത്തിന്റെ തിരക്കിലായിരുന്നു. അതായത് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സമാധാനത്തിന്റെ ദൗത്യം വിജയിച്ചിരിക്കുന്നു. അതോടെ ബഡ്ഡി കാർട്ടർ എന്ന റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവ് ട്രംപിനുള്ള സമാധാനത്തിലുള്ള നോമിനേഷൻ സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഈ പറഞ്ഞ സംഭവങ്ങൾക്ക് ശേഷവും ഇപ്പോഴും ഇറാനും ഇസ്രയേലും തമ്മിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുവെന്നും സംഘർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുവെന്നുള്ളതും പച്ചയായ യാഥാർത്ഥ്യം. ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങൾ തൻ്റെ മധ്യസ്ഥതയിൽ പറഞ്ഞു തീർക്കണമെന്നുള്ളത് ഡൊണാൾഡ് ട്രംപിൻ്റെ വലിയൊരു മോഹമായിരുന്നു. 2019 തന്നെ ട്രംപ് ഇതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിയതുമാണ്. എന്നാൽ ഇത് 2 രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണെന്നും മൂന്നാമതൊരാൾ ഇതിൽ ഇടപെടേണ്ടെന്നും ഇന്ത്യ അന്നേ നയം വ്യക്തമാക്കി. അതിനാൽ ട്രംപിന് നിരാശപ്പെടേണ്ടി വന്നു. എന്നാൽ പിന്നീട് 2025 വന്നപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായപ്പോൾ, അതായത് പഹൽഗാം ആക്രമണവും അതിനെ തുടർന്നുള്ള പ്രശ്നങ്ങളും ഉണ്ടായപ്പോൾ ട്രംപ് കാര്യത്തിൽ ഇടപെടുകയും അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം ട്രംപ് തന്നെ ഒരു പ്രഖ്യാപനം നടത്തുകയും ചെയ്തു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തു. വെടിനിർത്തലിന് താനാണ് കാരണക്കാരൻ. ട്രംപിന്റെ വാദങ്ങൾ പൂർണ്ണമായും തെറ്റാണെന്ന് പറഞ്ഞ ഇന്ത്യ പാകിസ്ഥാന്റെ നിരന്തരമായ റിക്വസ്റ്റിനെ തുടർന്നാണ് ഒടുവിൽ തങ്ങൾ വെടിനിർത്തലിന് സമ്മതിച്ചെന്ന് അറിയിച്ചു. അങ്ങനെ ട്രംപിന്റെ വാദങ്ങൾ പൊളിഞ്ഞുവെന്ന് ലോകത്തിന് ബോധ്യമായി. പിന്നീട് ട്രംപിന് ഇന്ത്യയോട് ദേഷ്യം തോന്നാൻ ഇത് കാരണമാകുകയും താരിഫ് സംബന്ധമായ പ്രശ്നങ്ങളിലേക്ക് പിന്നീട് നയിക്കുകയും ചെയ്തു. ആഫ്രിക്കൻ രാജ്യങ്ങളായ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയും റുവാണ്ടയും തമ്മിൽ വർഷങ്ങളായി സംഘർഷം നിലനിൽക്കുന്നുണ്ടായിരുന്നു. 1994 ഒരു വൻ റുവാണ്ടൻ കൂട്ടക്കുരുതി തന്നെ നടന്നു. 2025 ജൂൺ 27 ഡൊണാൾഡ് ട്രംപ് ഈ വിഷയത്തിൽ ഇടപെടുകയും അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം അവിടെ വെടിനിർത്തൽ, അതായത് സമാധാന ദൗത്യം വിജയിച്ചുവെന്ന് അറിയിക്കുകയും ചെയ്തു. എന്നാൽ അതിൻ്റെ സത്യാവസ്ഥ എന്താണ്? റുവാണ്ടയുമായി ട്രംപ് ചർച്ച നടത്തുകയും കോങ്കോയിൽ നിന്നും സൈന്യത്തെ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഒരു ഭീഷണിയുടെ സ്വരമായിരുന്നതിനാൽ റുവാണ്ടയ്ക്ക് സമ്മതിക്കാതെ തരമില്ലായിരുന്നു. അങ്ങനെ കോങ്കോ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിനായി നോമിനേറ്റ് ചെയ്തു. എന്നാൽ പിന്നീട് അതിൻ്റെ സത്യാവസ്ഥ, അതായത് ട്രംപ് ഇടപെടുന്നതിന് പിന്നിൽ മറ്റൊരു ഗൂഢലക്ഷ്യമുണ്ടായിരുന്നു. ആഫ്രിക്കയിലുള്ള വൻ ധാതു നിക്ഷേപങ്ങളിലേക്ക് ചൈന എത്തിച്ചേർന്നത് കോങ്കോ വഴിയായിരുന്നു. അതായത് കോങ്കോ ചൈനയെ സംബന്ധിച്ച് ഒരു ഇടനാഴിയായിരുന്നു. അത് ട്രംപ് കാര്യമായി ബ്ലോക്ക് ചെയ്തു. അതുകൊണ്ട് തന്നെ ട്രംപിന് 2 ഗുണങ്ങളുണ്ടായി. ഒന്ന്, സമാധാനത്തിലുള്ള നോബൽ സമ്മാനത്തിനുള്ള നോമിനേഷൻ കിട്ടി. അതോടൊപ്പം തന്നെ ചൈനയ്ക്കിട്ട് നല്ലൊരു പണി കൊടുക്കാൻ കഴിഞ്ഞു. ഇനി റഷ്യ ഉക്രൈൻ പ്രശ്നത്തിലേക്ക് നോക്കാം. ഉക്രൈൻ പ്രസിഡന്റായ സെലൻസ്കിയെ ട്രംപ് വൈറ്റ് ഹൗസിലേക്ക് ക്ഷണിച്ചു വരുത്തുകയും അപമാനിച്ചു വിടുകയും ചെയ്തു. അതിൻ്റെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു. ഉക്രൈനെ അപമാനിച്ചു വിടുന്നതിലൂടെ റഷ്യയെ കയ്യിലെടുക്കാമെന്നായിരുന്നു ട്രംപിൻ്റെ ചിന്ത. എന്നാൽ ട്രംപിൻ്റെ വെടിനിർത്തൽ ആഹ്വാനം പുതിൻ നിഷ്കരുണം തള്ളിക്കളഞ്ഞു. അങ്ങനെ റഷ്യയോടുള്ള പക കാരണം ട്രംപ് ഇന്ത്യയെ വെറുതെ വിട്ടില്ല. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു, അതുവഴി റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് ഫണ്ട് ദാതാവാകുന്നു എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യക്ക് മേലുള്ള താരിഫ് ട്രംപ് വർദ്ധിപ്പിച്ചു. അത് നമുക്കറിയാമല്ലോ. എന്നാൽ ഇന്ത്യ പിടികൊടുക്കാതിരിക്കുകയും ഇന്ത്യയും റഷ്യയും ചൈനയും ചേർന്ന് വലിയൊരു സഖ്യം രൂപപ്പെടുകയും ചെയ്യുന്നു എന്ന് കണ്ട ട്രംപ് കളം മാറ്റി ചവിട്ടി. ഇപ്പോൾ വീണ്ടും റഷ്യയുമായി ട്രംപ് ചർച്ച നടത്തുകയാണല്ലോ. അതിൻ്റെ ഗതി എന്താണെന്ന് നമുക്ക് കണ്ടറിയാം. എന്തായാലും ഒരു കാര്യം നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അർമേനിയയും അസർബൈജാനും തമ്മിൽ വർഷങ്ങളായി സംഘർഷാവസ്ഥ നിലനിൽക്കുകയായിരുന്നു. ഈ ഒരു അവസ്ഥയിൽ ട്രംപ് ഇടപെടുകയും ഇരുവരുടെയും പ്രശ്നങ്ങൾ രമ്യമായി പറഞ്ഞു തീർക്കുകയും ചെയ്തു. അങ്ങനെ ഈ 2 രാജ്യങ്ങളും ഒരു ജോയിൻ്റ് ആയിട്ടുള്ള ഒരു നോമിനേഷൻ, അതായത്
സമാധാനത്തിലുള്ള നോബൽ സമ്മാനം ട്രംപിന് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ജോയിന്റ് നോമിനേഷൻ നൽകുകയും ചെയ്തു. ഇത്രയൊക്കെ ട്രംപ് കാണിച്ചു കൂടുന്നതിന് പിന്നിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. തൻ്റെ മുൻഗാമിയായ ബരാക് ഒബാമയെ പോലെ തനിക്കും സമാധാനത്തിലുള്ള നോബൽ സമ്മാനം ലഭിക്കണം. അങ്ങനെ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവായി ലോകം തന്നെ വിലയിരുത്തണം. തനിക്കും ചരിത്രത്തിൽ ഇടം പിടിക്കണം. ട്രംപിൻ്റെ ഈ മോഹം നടക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്